നഗരപ്രദേശങ്ങളിൽ ചൂടും അന്തരീക്ഷത്തിലെ ആർദ്രതയും വർദ്ധിക്കുമെന്ന് ശാസ്ത്ര നിരീക്ഷകൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്. മെയ് മാസം പകുതി വരെ പ്രതിഭാസം തുടരുമെന്നും ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 2024 തീവ്രമായിട്ടുള്ള ഒരു വേനലാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടും പ്രാന്തപ്രദേശങ്ങളിലും മലപ്പുറം ഭാഗങ്ങളിലും തൃശ്ശൂരിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലും അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലും 39 ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് 40-41 ഡിഗ്രിയാണ് ഇപ്പോൾ താപനില രേഖപ്പെടുത്തുന്നത്. അത് വെതർ സ്റ്റേഷനുകളിലെ താപനിലയാണ്. പക്ഷേ ചില നിശ്ചിത ഇടങ്ങളിൽ അതിലും കൂടിയ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. തീരദേശങ്ങളിലും വളരെ വർദ്ധിച്ച തോതിലുള്ള സാധാരണയേക്കാൾ 2, 3, 4 ഡിഗ്രി കൂടുതൽ താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. വളരെ അസഹ്യമായിട്ടുള്ള ഒരു കാലയളവിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട് ഇത് സംഭവിക്കുന്നതിന്. അതിന് ആദ്യമായിട്ട് പറയാനുള്ളത് വർദ്ധിച്ചു വരുന്ന ഹ്യൂമിഡിറ്റിയാണ്, ആർദ്രത. അന്തരീക്ഷം വളരെ പൂരിതമായിക്കൊണ്ടിരിക്കുകയാണ്. അസ്വാഭാവികമായിട്ടുള്ള ഒരു ആർദ്രതയാണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് തീരദേശങ്ങളിൽ. ഇപ്പോൾ കൊച്ചിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രേഖപ്പെടുത്തുന്ന താപനില 34-36 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും അനുഭവിക്കുന്ന ഉഷ്ണമെന്ന് പറയുന്നത് അതിതീവ്രമാണ്. അതിനൊരു അളവെന്ന് പറയുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ടാണ് അത് കണക്കാക്കുന്നത്. ഇവിടുത്തെ ആർദ്രത എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ നിലയിലാണ്. 84% വരെ പൂരിതമായ അന്തരീക്ഷമാണ്, ഈ ഈർപ്പത്താൽ പൂരിതമായ അന്തരീക്ഷമാണ് എറണാകുളത്തും മറ്റ് പല തീരദേശ നഗരങ്ങളിലും. ഇത് ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ 31 ഡിഗ്രിയോളം അധികരിച്ചു. അത് വളരെയധികം അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നതാണ്. അതായത് ഒരു ഫിസിയോളജിക്കൽ സ്ട്രെസ്സ്, ശാരീരികമായിട്ടുള്ള അതിഭയങ്കരമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. പാലക്കാട് കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി 50% താഴെ മാത്രമേ ഉള്ളൂ. അവിടെ എത്ര ചൂട് കൂടിയാലും, ഇപ്പോൾ 45 ഡിഗ്രി ആയിരുന്നാലും ചൂട് കൂടിക്കഴിഞ്ഞാൽ അതിന് വിയർത്ത് പോകാനായിട്ടുള്ള അവസരം അവിടെ ഉണ്ട്, കാരണം ആർദ്രത കുറവായതുകൊണ്ട്. പക്ഷേ എന്നിരിക്കലും നേരിട്ടുള്ള താപം അവിടെ ഏൽക്കാൻ പാടില്ല. പക്ഷേ ഉഷ്ണം കുറവായിരിക്കും. അവിടെ വെള്ളം കുടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ശരീരം തണുപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഷെയ്ഡിൽ നിന്നിട്ടൊക്കെ തണലിൽ നിന്നിട്ടൊക്കെ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ തീരദേശ പ്രദേശങ്ങളിൽ ഇപ്പോൾ വീടിനുള്ളിലിരിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് അതിഭയങ്കരമായ ഉഷ്ണം അനുഭവപ്പെടും. അതാണ് ഈ തീരദേശ മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു അസ്വസ്ഥത. അതുകൊണ്ടാണ് ഇതിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിന് ഒരു പറ്റം കാരണങ്ങളുണ്ട്. ആഗോള വ്യാപകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചുറ്റുപാടുകൾ അതിനെ വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ധാരാളം കോൺക്രീറ്റ് നഗരങ്ങളിൽ വന്നു കഴിഞ്ഞു. അവിടെ വെതർ സ്റ്റേഷനുകളിലേക്കാൾ 3-4 ഡിഗ്രി താപനില കൂടുതലാണ്. ഇപ്പോൾ വെതർ സ്റ്റേഷനുകളിൽ 34 രേഖപ്പെടുത്തുമ്പോൾ ഈ കോൺക്രീറ്റും ടാറുമൊക്കെ നിറഞ്ഞിടങ്ങളിൽ 2-3 ഡിഗ്രിയൊക്കെ അധികമായിരിക്കും താപനില. അപ്പോൾ അതിന് താപത്തുരുത്തുകൾ, ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് എന്ന് പറയും. അതിന് ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് നഗരപ്രദേശങ്ങളിൽ, കേരളം മൊത്തം ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശങ്ങളിലെ ഈ ഹീറ്റ് ഐലൻഡുകളിൽ താപനില സാധാരണയേക്കാൾ 3-4 ഡിഗ്രി അധികമായിരിക്കും. അത് ചുറ്റുപാടും കോൺക്രീറ്റും പച്ചപ്പെല്ലാം ഇല്ലാതായി ധാരാളം കോൺക്രീറ്റ് വരുമ്പോൾ അത് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണതിയാണ്. ഇതിന് മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലെ താപനില കൊച്ചി നഗരത്തിൽ മാക്സിമം താപനിലയേക്കാൾ 2-3 ഡിഗ്രി മാത്രമാണ് കുറവ്. രാത്രി 12 മണിയായപ്പോഴും ഇവിടുത്തെ താപനില 29 ഡിഗ്രി സെൽഷ്യസാണ്. ഏകദേശം 3-4 മണി കഴിയുമ്പോഴാണ് 1 ഡിഗ്രി 1.5 ഡിഗ്രിയൊക്കെ കുറവുണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം ഒരേ രീതിയിലുള്ള താപം തുടരുന്നു. ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ കോൺക്രീറ്റും ടാറുമൊക്കെ പകൽ സമയത്ത് സൂര്യൻ്റെ വെയിൽ മൊത്തം ആഗിരണം ചെയ്യുന്നു. അതായത് അതിൻ്റെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ മൊത്തം ആഗിരണം ചെയ്തുകൊണ്ട് 24 മണിക്കൂറും അത് വികിരണം ചെയ്യുകയാണ്. രാത്രിയാണ് ഇത് റേഡിയേറ്റ് ചെയ്യുന്നത്. ഇത് റേഡിയേറ്റ് ചെയ്യുമ്പോൾ ചുറ്റുപാടുകളിലും വീടിനുള്ളിലേക്കും ഒക്കെ ഈ താപം ആ ഒരു വായുഭാഗങ്ങളിൽ തങ്ങി നിൽക്കുകയും അതിഭയങ്കരമായ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്.